എജുകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായികരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വരുന്ന പരീക്ഷകൾക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരളത്തിലാകെ എത്ര നദികളാണുള്ളത്? 44. കേരളത്തിലാകെ 44 നദികളാണുള്ളത്. കേരളത്തിൽ കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. 12 നദികളാണുള്ളത്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ് നീളം. കാസർഗോഡ് ജില്ലയിലൂടെ മാത്രമാണ് ഈ പുഴ ഒഴുകുന്നത്. കേരളത്തിൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. ആകെ 44 പ്രധാന നദികളിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഈ നദികൾ അറബിക്കടലിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ കായലുകളിലായി പതിക്കുന്നു. കേരളത്തിൽ കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 3. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. കേരളത്തിലെ 44 പ്രധാന നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 എണ്ണവും കേരളത്തിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഒഴുകി കാവേരിയിൽ ചേരുന്നവയാണ്. വയനാട്ടിൽ നിന്ന് ഉദ്ഭവിച്ച് കർണാടകയിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് കബനി. പാലക്കാട് സൈലന്റ് വാലി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തി കാവേരിയുടെ പ്രധാന പോഷക നദിയായി മാറുന്നതാണ് ഭവാനി. ഇടുക്കി ആനമുടി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അമരാവതി നദി വഴി കാവേരിയിൽ ചേരുന്ന പാമ്പാർ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ദൂരം മാത്രം ഒഴുകുന്ന കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പെരിയാർ നദിയുടെ ആകെ നീളം 244 കിലോമീറ്ററാണ്. ശിവഗിരി മലനിരകളിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. വേമ്പനാട് കായലിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലൂടെ ഈ നദി ഒഴുകുന്നു. മുതിരപ്പുഴ, മുല്ലയാർ, ചെറുതോണിപ്പുഴ, പെരിഞ്ഞാൻകുട്ടി, ഇടമലയാർ എന്നിവയാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ. പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ. പെരിയാറാണ് പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ നദി. സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക കുടിവെള്ള ജലസേചന ആവശ്യങ്ങളിൽ സിംഹഭാഗവും നിറവേറ്റുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി. ഭാരതപ്പുഴയുടെ ആകെ നീളം 209 കിലോമീറ്ററാണ്. ആനമല മലനിരകളിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. പൊന്നാനിക്കടുത്ത് അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക നദി എന്നറിയപ്പെടുന്ന നദിയാണിത്. ഭാരതപ്പുഴ നിള എന്നും അറിയപ്പെടുന്നു. ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ അഥവാ ചിറ്റൂർ പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിയിലാണ്. ഇടുക്കി അണക്കെട്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ട്, ലോവർ പെരിയാർ, പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം, പന്നിയാർ തുടങ്ങിയ പ്രധാന ജലവൈദ്യുത പദ്ധതികളെല്ലാം പെരിയാറിലോ അതിൻ്റെ പോഷക നദികളിലോ ആണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള പള്ളിവാസലിൽ പെരിയാറിൻ്റെ പ്രധാന പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 1940 പള്ളിവാസൽ പദ്ധതി നിലവിൽ വന്നത്. തിരുവിതാംകൂർ ഭരണകാലത്ത് ദിവാൻ CP രാമസ്വാമി അയ്യരുടെ കാലത്താണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കേരളത്തിൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്ത ആദ്യത്തെ ജലവൈദ്യുത നിലയമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. പെരിയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി അണക്കെട്ട്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ 3 അണക്കെട്ടുകൾ ചേർന്നതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മൂലമറ്റം. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ നദിക്ക് കുറുകെയുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിലയം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണിത്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകളിൽ നിന്ന് തുരങ്കങ്ങൾ വഴി എത്തിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് മൂലമറ്റത്തെ ഭൂഗർഭ നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം പുറന്തള്ളുന്ന ജലം തൊടുപുഴയാറിലേക്കാണ് ഒഴുകിയെത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
1978 ഇരവികുളം ദേശീയോദ്യാനമായി നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഇതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ നീലഗിരി താറിന്റെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണിത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ ദേശീയോദ്യാനത്തിനുള്ളിലാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. 1950 ഇത് ഔദ്യോഗികമായി വന്യജീവി സങ്കേതമായി നിലവിൽ വന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ ഇത് രൂപീകരിക്കപ്പെട്ടിരുന്നു. 1978 പ്രൊജക്ട് ടൈഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് ഇത് പെരിയാർ കടുവാ സങ്കേതമായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. നിലവിലുള്ളതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനം. പാമ്പാടും ചോല ദേശീയോദ്യാനമാണ് നിലവിലുള്ളതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലെ മറയൂരിന് സമീപം പശ്ചിമഘട്ട മലനിരകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2003 പാമ്പാടും ചോല ഔദ്യോഗികമായി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആനമല ഉപമേഖലയുടെ ഭാഗമാണിത്. കേരളത്തിലെ നീളം കൂടിയ കായൽ ഏതാണ്? വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ നീളം കൂടിയ കായൽ. ഈ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലുമാണ്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. കൊച്ചിയിൽ വെച്ച് ഇത് കൊച്ചി കായലെന്നും ആലപ്പുഴയിൽ പുന്നമടക്കായലെന്നും അറിയപ്പെടുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ വേമ്പനാട്ടുകായലിന്റെ ഭാഗമാണ്. പമ്പ, പെരിയാർ, അച്ചൻകോവിൽ, മണിമല, മീനച്ചിൽ തുടങ്ങിയ പ്രധാന നദികൾ വേമ്പനാട്ടുകായലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. കേരളത്തിലെ ഏറ്റവും ആഴമേറിയ അഴിമുഖ തണ്ണീർത്തട സംവിധാനം അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായലാണ് കേരളത്തിലെ ഏറ്റവും ആഴമേറിയ അഴിമുഖ തണ്ണീർത്തട സംവിധാനം. കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കായലിന് 8 ശാഖകളോ കൈവഴികളോ ഉള്ളതുകൊണ്ടാണ് ഇതിന് അഷ്ടമുടി എന്ന പേര് ലഭിച്ചത്. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കായലാണിത്. വേമ്പനാട്ട് കായൽ കഴിഞ്ഞാൽ കേരളത്തിലെ 2ാമത്തെ വലിയ കായൽ ആവാസ വ്യവസ്ഥയാണിത്. കേരളത്തിൽ ആധുനിക യന്ത്രവൽകൃതവും ആഴക്കടൽ മത്സ്യബന്ധന പര്യവേഷണവും അവതരിപ്പിക്കുകയും ആരംഭിക്കുകയും ചെയ്ത ആദ്യ പദ്ധതി ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് INP. ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റാണ് കേരളത്തിൽ ആധുനിക യന്ത്രവൽകൃതവും ആഴക്കടൽ മത്സ്യബന്ധന പര്യവേഷണവും അവതരിപ്പിക്കുകയും ആരംഭിക്കുകയും ചെയ്ത ആദ്യ പദ്ധതി. 1953 ഇന്ത്യയും നോർവേയും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. കൊല്ലം ജില്ലയിലെ നീണ്ടകര കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടപ്പിലാക്കിയത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏത്? 1954. 1954 കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത്. 1954 തിരുക്കൊച്ചി സ്പോർട്സ് കൗൺസിൽ എന്ന പേരിലാണ് ഇത് ആദ്യം രൂപീകൃതമായത്. പിന്നീട് 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി ഇത് കേരള സ്പോർട്സ് കൗൺസിലായി രൂപാന്തരപ്പെട്ടു. ഇന്ത്യയിലെ പ്രഥമ സ്പോർട്സ് കൗൺസിലായ ഇത് രൂപവൽക്കരിക്കാൻ മുൻകൈ എടുത്തത് ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയാണ്. കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ അതികായനായ ലഫ്റ്റനന്റ് കേണൽ PR ഗോദവർമ്മ രാജയുടെ GV രാജയുടെ ജന്മദിനമാണ് കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. BCCI ഭാരവാഹി സ്ഥാനം വഹിച്ച ആദ്യ മലയാളി കൂടിയാണ് GV രാജ. കൂടാതെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ടൂറിസത്തിന്റെ പിതാവെന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം എവിടെയാണ്? കായംകുളം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്ട് എന്നും അറിയപ്പെടുന്നു. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ NTPCയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി നാഫ്ത ആണ് ഇവിടെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. 1999 ജനുവരി 17 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി രാഷ്ട്രത്തിന് സമർപ്പിച്ച ഈ നിലയം 1998-99 കാലഘട്ടങ്ങളിലാണ് കമ്മീഷൻ ചെയ്തത്. കൂടാതെ KSEBിയുടെ കീഴിലുള്ള ആദ്യ ഡീസൽ വൈദ്യുത നിലയമായ ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് എറണാകുളം കാക്കനാടിന് സമീപവും നല്ലളം ഡീസൽ പവർ പ്ലാന്റ് കോഴിക്കോട് നല്ലളത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെ ചെറിയ നദികൾ ചേർന്നാണ് മൂവാറ്റുപുഴയാർ രൂപം കൊള്ളുന്നത്? കോതയാർ അഥവാ കോതമംഗലമാറ്, കാളിയാർ, തൊടുപുഴയാർ. കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ 3 ചെറിയ നദികൾ ചേർന്നാണ് മൂവാറ്റുപുഴയാർ രൂപം കൊള്ളുന്നത്. ഈ 3 നദികൾ വന്നു ചേരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് മൂവാറ്റുപുഴ എന്ന പേര് വന്നത്.
ഈ 3 നദികളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പട്ടണത്തിൽ വെച്ചാണ് ഒന്നായി സംഗമിക്കുന്നത്. പ്രധാനമായും എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലൂടെയാണ് മൂവാറ്റുപുഴയാർ ഒഴുകുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.